ശ്രീ ടി കെ രാജഗോപാൽ, ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ SIT ഇപ്പോൾ അന്വേഷണം ഇന്നിപ്പോൾ ഡി മണിയെ ചോദ്യം ചെയ്തു. തൊട്ടു പിന്നാലെ ഡി മണി പറഞ്ഞത് ഒക്കെ സ്ഥിരീകരിക്കാനായി വീണ്ടും പോറ്റിയെയും ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ ഇപ്പോൾ അടുത്ത 14-ാം തീയതി ആകുമ്പോഴേക്കും റിപ്പോർട്ട് കൊടുക്കേണ്ടതാണ്. വളരെ വേഗത്തിൽ SIT നീങ്ങുകയാണ്. അപ്പോൾ ഈ അന്വേഷണം രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ രാഷ്ട്രീയ ബന്ധമുള്ളവരിൽ നിന്നും മാറി വേറൊരു തലത്തിലേക്ക് മാറുകയാണോ, അതോ ഈ രാഷ്ട്രീയ ബന്ധങ്ങളിൽ തന്നെ കൂടുതൽ പേരുകൾ ഉയർന്നു വരാനുള്ള സാധ്യതയാണോ അങ്ങ് കാണുന്നത് ശ്രീ രാജഗോപാൽ? സ്മൃതി ആദ്യം പറഞ്ഞ ഭാഗത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. നമ്മൾ കക്ഷി രാഷ്ട്രീയം വെച്ചിട്ട് ഈ ശബരിമലയിലെ ഈ വലിയ സ്വർണ്ണക്കൊള്ളയെ ചർച്ച ചെയ്യരുതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്ക് അവർക്ക് അവരുടെ ഭാഗങ്ങൾ പറയാം, രണ്ടു കൂട്ടർക്കും പറഞ്ഞ് ന്യായീകരിച്ച് നിൽക്കാം. അതിനകത്തിലൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇവിടെ നടന്നിരിക്കുന്ന കൊള്ളയുടെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന്റെ തലം മാറിയത്, നിങ്ങൾ തന്നെ കഴിഞ്ഞ ദിവസം എങ്ങനെയായിരുന്നു റിപ്പോർട്ടർ ടിവിയുടെ മിനിങ്ങാന്നത്തെ ചർച്ചയിലെ ഹെഡിങ് എങ്ങനെയാണ്, ഇതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നുകൊണ്ടാണ് എന്ന് ചോദിച്ചത്. ആ വലിയ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ് അല്ലേ? ഡി മണി എന്ന കഥാപാത്രം വന്നപ്പോഴത്തേക്ക് വലിയ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. ഇനി ഇതിന്റെ സൂപ്പർ ട്വിസ്റ്റോടെ ട്വിസ്റ്റുകളോ ഉണ്ടാകാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇത്തരം ചർച്ചകൾ നമ്മൾ പറഞ്ഞില്ലേ, ചിത്രങ്ങൾ, ഇപ്പൊ ഈ പറഞ്ഞ ചിത്രങ്ങൾ വെച്ചിട്ടാണ് ഇതെന്തോ തൃശ്ശൂർ പൂരം പോലെ ഒരു കുട മാറ്റുമ്പോൾ അടുത്ത കുട എടുത്ത് കാണിക്കുക, അങ്ങനെയൊക്കെയാണോ? അത്തരത്തിലല്ലല്ലോ ഈ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഉണ്ടായിരിക്കാം പോറ്റി ആ സമയത്ത് സോണിയ അതീവ സുരക്ഷയുള്ള അല്ലെ കരിമ്പൂച്ചകൾ കാവൽ നിൽക്കുന്ന സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് കോൺഗ്രസ് പ്രതിനിധികൾ കൊണ്ടുപോയിരിക്കാം. അപ്പോൾ പോറ്റി പറഞ്ഞതുപോലെ അടൂർ പ്രകാശ് പറയുന്ന പോലെ പെരുങ്കള്ളനാണെന്ന് ഞാൻ അറിഞ്ഞില്ല, ശരിയാണ്, അത് ശരിയായിരിക്കാം. അതേപോലെ തന്നെ ആ കൂട്ടത്തിലെ ശബരിമല പ്രദേശം നിൽക്കുന്ന അവിടുത്തെ MP ആയിരിക്കാം ആന്റണി. അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ പറയാം, അദ്ദേഹത്തിന് അതിന് പറയുന്നതിനും കുഴപ്പങ്ങളില്ല. അതേപോലെ തന്നെയാണ് മുമ്പ് സനോജ് ചൂണ്ടിക്കാണിച്ചതുപോലെ മുഖ്യമന്ത്രി അറിഞ്ഞു കാണത്തില്ല, പോറ്റി ഇത്തരത്തിലുള്ള കള്ളനാണെന്നും അറിഞ്ഞു കാണത്തില്ല, അതായിരിക്കാം. അപ്പൊ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് വെച്ചിട്ട് നമുക്കിത് ചെയ്യാവുന്ന ഒരു കാര്യമല്ല. ഇതിന്റെ തലം തന്നെ മാറി, അന്വേഷണത്തിന്റെ തലം തന്നെ മാറിയിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഡി മണിയെ കുറിച്ച് ഞാൻ അന്വേഷിച്ച്, നിങ്ങൾ കഴിഞ്ഞ ഇത് വാർത്ത ബ്രേക്ക് ചെയ്തപ്പോൾ ഞാനും ഇങ്ങനെ അന്വേഷിച്ച് നോക്കി നമ്മുടെ അറിയാവുന്ന സോഴ്സുകളിലും മറ്റു തരത്തിലൊക്കെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇങ്ങനെ ഒരു കഥാപാത്രം രംഗത്ത് കാണുന്നില്ല. നമ്മുടെ ഒരു സെർച്ച് ചെയ്തിടത്തും ഇങ്ങനൊരു കഥാപാത്രത്തെ കിട്ടുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നത് ഇയാൾക്ക് അങ്ങനെ മുൻ തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ പോലീസിന്റെ പിടിയിൽപ്പെടാത്തതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പോയസ് ഗാർഡനുമായിട്ട് ബന്ധപ്പെട്ട്, ജയലളിത താമസിക്കുന്ന പോയസ് ഗാർഡനുമായിട്ട് ബന്ധപ്പെട്ടും അണ്ണാ ഡി എം കെ പാർട്ടിയാണല്ലോ ഇപ്പൊ വന്നിരിക്കുന്നത്, അവരുടെ പേരിലാണല്ലോ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരിക്കുന്നത്. അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ ഏതോ ഒരു സ്ത്രീയുടെ പേരാണ് കാണുന്നത്. ശബരിമലയല്ല, വിഗ്രഹ കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്ത്രീയുടെ പേര് കാണുന്നുണ്ട് അതിനകത്തിൽ. അതെന്തോ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ വന്നെങ്കിലേ നമുക്കറിയാനൊക്കത്തുള്ളൂ എങ്ങനെയൊക്കെയാണ് ഈ രാഷ്ട്രീയ ബന്ധങ്ങളൊക്കെ വന്നു പോകുന്നതെന്നുള്ളത്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിച്ചൊരു കാര്യം വളരെ വ്യക്തമായൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഈ പാണ്ഡ്യ ചോള രാജാക്കന്മാരുടെ കാലത്താണ് ഈ തമിഴ്നാട് കേന്ദ്രീകരിച്ച്, എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിൽ മാത്രമേ ഉള്ളെന്ന് തോന്നി, വിഗ്രഹ കൊള്ളകൾ അന്വേഷിക്കുന്നതിനായിട്ടൊരു പ്രത്യേക പോലീസ് സംഘമുള്ളത് തമിഴ്നാട്ടിൽ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. ഒരുപാട് കേസുകളാണ് അവർ പിടിച്ചിരിക്കുന്നത്, നൂറുകണക്കിന് കേസുകൾ, അത്തരം ചെറുതും വലുതുമായിട്ടുള്ള നൂറുകണക്കിന് കേസുകൾ അവർ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സുഭാഷ് കപൂർ, കോടതി സൂചിപ്പിച്ച സുഭാഷ് ചന്ദ്ര കപൂർ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്, ട്രിച്ചി ജയിലിൽ കിടപ്പുണ്ട്. കപൂർ മാത്രമേ ജയിലിലായിട്ടുള്ളൂ, പക്ഷെ അയാളുടെ കൂട്ടാളികളുണ്ടാകാം, അയാളുടെ കൂട്ടാളികൾ തീർച്ചയായിട്ടും ഉണ്ടാകാം. അതാണല്ലോ, വലിയ ദൂരമില്ലല്ലോ, ട്രിച്ചിയിൽ നിന്ന് വലിയ ദൂരമല്ല ദിണ്ടിഗലിലേക്ക്, അല്ലേ? ഡി മണി ദിണ്ടിഗൽ കേന്ദ്രീകരിച്ചിട്ടാണ് പ്രവർത്തിച്ചെന്നാണ് പറയുന്നത്. ഒരു പക്ഷേ അദ്ദേഹത്തിന് ഈ മണിയുടെ പശ്ചാത്തലം അറിയട്ടെ. ഇന്നലെ SIT മൊഴി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ന് ഇയാളെ തിരുവനന്തപുരത്ത് വന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. SITയുടെ പറഞ്ഞില്ല, അവരുടെ ഭാഗം വളരെ കഷ്ടമായിരുന്നു. അവരൊരുപാട് ആരോപണങ്ങളും ആളുകളുടെ അത്തരത്തിലുള്ള രാഷ്ട്രീയത്തിലാണെങ്കിലും മറ്റു തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾ അവർ നേരിടേണ്ടി വരുന്നുണ്ട്. പക്ഷെ നമുക്കൊക്കെ അറിയാവുന്ന വളരെ ലിമിറ്റഡ് നമ്പേഴ്സ് ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തുന്നവർ എന്ന രൂപത്തിലാണല്ലോ പുറത്തേക്ക് വരുന്നത് ശ്രീ രാജഗോപാൽ. ഇപ്പോൾ അങ്ങനെയൊന്നും ശബരിമലയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അതേസമയം ഇന്ന് രമേശ് ചെന്നിത്തല ഊന്നി പറഞ്ഞ ഒരു കാര്യം, വാസുവിന്റെ കാലത്താണ് ഇവിടേക്ക് ഭക്തർ സമർപ്പിക്കുന്ന വിഗ്രഹങ്ങൾ അത് ലേലത്തിൽ വിൽക്കേണ്ടി വരും, അത് വയ്ക്കാൻ സ്ഥലമില്ല എന്ന രൂപത്തിൽ അതിൽ ശാഠ്യം പിടിച്ചത്. അത് സഭയിലടക്കം താൻ ഉന്നയിച്ചു, അതിനെതിരെ സഭയിലടക്കം ആ കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നുള്ള കാര്യമാണെന്ന് ചെന്നിത്തല പറഞ്ഞത്. അതിനെ ഇതുമായി ചേർത്ത് വായിക്കാൻ എത്രത്തോളം പറ്റും ശ്രീ രാജഗോപാൽ? അതും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളുടെ കാര്യം, വിഗ്രഹങ്ങൾ അതുപോലെ വലിയ മൂല്യമുള്ള വസ്തുക്കളാണ് ഇവിടെ എല്ലാം ഉള്ളത്.
ശരിയാണ്, രമേശ് ചെന്നിത്തല പറഞ്ഞത് ശരിയാണ്. നിയമസഭയിൽ വന്നതാണത്. എൻ വാസുവാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് നിയമസഭയിൽ അത് രമേശ് ഉന്നയിച്ചതാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് സംശയം തോന്നിക്കാണാം. അദ്ദേഹത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നല്ലോ, അദ്ദേഹം കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. ഇന്റലിജൻസിലും ഒക്കെ അദ്ദേഹത്തിന് നല്ല പിടിപാടുകളും സോഴ്സുകളും ഉണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് ശബരിമലയിലെ ഈ പറയുന്ന മൂല്യമായ കുറച്ച് വസ്തുക്കൾ അതൊക്കെ ആറന്മുളയിലാണെങ്കിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലും മഹാക്ഷേത്രങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരുപാട് വിഗ്രഹങ്ങളും മറ്റുകൂടെ സൂക്ഷിച്ചിട്ടുണ്ട്. അത് ശരിയാണത്. പക്ഷെ ഏത് അടിസ്ഥാനത്തിലാണ്? എന്തുകൊണ്ട് സ്ഥലമില്ലാഴിക എന്ന് പറയുന്നത് രമേശ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. സ്ഥലമില്ലാഴിയില്ല. ഇപ്പൊ ദേവസ്വം ബോർഡിന് ഈ വസ്തുക്കളൊക്കെ സൂക്ഷിക്കുന്നതിന് സ്ഥലക്കുറവ് എന്താണ് പ്രശ്നം വരുന്നത്? ഇതൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുന്ന വസ്തുക്കളാണോ? ഒരുപാട് ഭക്തർ സമർപ്പിക്കില്ലേ? മാറുന്നത് പോലത്തെ കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇതിന്. ഒരുപാട് ഭക്തർ കൊടുത്തിട്ടുണ്ട്. എന്തെല്ലാം തരത്തിലുള്ള സംഭാവനകളാണ് കൊടുത്തിരിക്കുന്നത്. അത് സ്വർണമായിട്ടും പാത്രമായിട്ടും. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഗുരുവായൂരിലൊക്കെ നമ്മൾ കണ്ടില്ലേ, എത്ര 100ഉം 200ഉം പവനൊക്കെ തൂക്കമുള്ള വസ്തുക്കളാണ് കിട്ടിയിരിക്കുന്നത്. അതേപോലത്തെ വസ്തുക്കൾ ശബരിമലയിലും കിട്ടിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ മൂല്യമൊന്നും നമുക്ക് നിശ്ചയിക്കാനൊക്കത്തില്ല. ഒരു ക്ഷേത്രത്തിലെ, പ്രത്യേകിച്ച് ശബരിമല പോലെയുള്ള ക്ഷേത്രത്തില്, അവിടെ 100 രൂപയുടെ വിലയുള്ള ഒരു വസ്തുവാണെങ്കിലും അവിടെ ക്ഷേത്രത്തിൽ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ, ക്ഷേത്രത്തിന്റെ രജിസ്റ്റർ വന്നു കഴിഞ്ഞാൽ, ക്ഷേത്ര സ്വത്തുക്കളായി കഴിഞ്ഞാൽ അതിന്റെ മൂല്യം അങ്ങ് മാറുകയാണ്. അതുകൊണ്ടാണല്ലോ ഈ സ്വർണ്ണക്കൊള്ള നടത്തിയ ആളുകൾക്കെല്ലാം അറിയാം. ഇയാൾ പറയുന്നത് പോലെ രമേശ് പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കേസ് ഏതാണ്ട് ഒരു പ്രത്യേക തലത്തിലേക്ക് നീങ്ങുകയായിരുന്നു. അവിടെ എവിടെയോ തട്ടിമുട്ടി നിൽക്കുന്ന പോലെ ഒരു തോന്നലുണ്ടായിരുന്നു. അതായത് പത്മകുമാറിന്റെ മൊഴിക്ക് ശേഷം കോടതിയിൽ തന്നെ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. പത്മകുമാറിന്റെ മൊഴി ഞങ്ങൾ തൽക്കാലം കമന്റ് ഒന്നും നടത്തുന്നില്ല, കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഗൗരവമായ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെയുള്ള മട്ടിലാണ് കോടതി അത് പരാമർശിച്ചു പോയത്. എന്താണ് പത്മകുമാർ പറഞ്ഞെന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള 2 മെമ്പർമാരെയും ചോദ്യം ചെയ്യേണ്ടതായിരുന്നു. ദേവസ്വം കമ്മീഷണർ ജയശ്രീയും ചോദ്യത്തിന്റെ മുനയിലേക്ക് വന്നിട്ടില്ല ഇതുവരെ. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് ഒരു ഇളവ് കൊടുത്തതെന്നാണ് മനസ്സിലാക്കാനാവുന്നത്. ബാക്കി 2 പേരെ നാളെ ചോദ്യം ചെയ്യാൻ പോകുന്നു. അല്ല, മുൻകൂർ ജാമ്യം ഉണ്ടല്ലോ. എന്തായാലും ജയശ്രീക്ക് സുപ്രീം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അവിടെ മൊഴി എടുക്കേണ്ടതാണ്. ഏറ്റവും വലിയ പോസ്റ്റിലിരുന്ന ആളാണ് അല്ലേ? അവരുടെ ഉദ്യോഗ സ്ഥലത്തിലെ ഏറ്റവും വലിയ പോസ്റ്റിലിരുന്ന ആളാണ്. അവരുടെ മൊഴി എടുക്കേണ്ടതാണ്. ആ മൊഴിയോടൊക്കെ വരട്ടെ. ആ മൊഴിയോടെ വന്നു കഴിഞ്ഞ് ഇന്ന് SITയുടെ ഒരു ക്ലാരിറ്റി വരുത്തും. ഇന്നിപ്പോൾ തിരുവനന്തപുരത്തെ പോറ്റിയുടെ മൊഴിയെടുപ്പിലും സുധീഷ് കുമാറിന്റെ മൊഴിയെടുപ്പും കൂടെ കഴിയുമ്പോഴത്തേക്ക് SIT ഇക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ തൽക്കാലം നമുക്ക് എന്ന് പറഞ്ഞില്ലേ, രാഷ്ട്രീയ പ്രത്യാരോപണങ്ങൾ തുടരാം, അതിനകത്തിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വളരെ ഗൗരവമുള്ള അന്തർദേശീയ തലമുള്ള ഒരു കേസാണിത്. അതിന്റെ തലത്തിൽ കാണണമെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ ഉള്ളൊരു അഭിപ്രായം. Debate with Smriti Parathikkad.